സ്ട്രാറ്റജി യോഗം കോൺഗ്രസിനകം ചേർന്നല്ലോ. ആ സ്ട്രാറ്റജി യോഗത്തിലെ വിഷയത്തിലെടുത്ത സ്ട്രാറ്റജി എന്താണ്? ആ സ്ട്രാറ്റജി പൂർണ്ണമായും ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യ സഖ്യ യോഗത്തിൽ മറ്റു കടാക്ഷികൾ അംഗീകരിക്കുമെന്ന തോന്നൽ തന്നെയല്ലേ ഉള്ളത്? ഈ വിഷയത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. പൂർണ്ണമായും കടാക്ഷികൾ ഇപ്പോൾ മറ്റു പല വിഷയങ്ങളും ഇന്ത്യ സഖ്യത്തിന് കാര്യമായ ഭിന്നതയ്ക്ക് ഉണ്ടായ ഇന്നലെകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ വിഷയത്തിൽ പക്ഷേ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഒറ്റക്കെട്ടായി വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിനെതിരെ എതിർപ്പിൻ്റെ സ്വരമുയർത്തുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് ഇതിന് അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ ഒരു ഒറ്റക്കെട്ടായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണോ കരുതുന്നത്? സെഫു, നിലവിൽ അത്തരത്തിൽ തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും TMC, DMK, RJD അടക്കമുള്ള പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യവസ്ഥകൾ വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തിൻ്റെത് ഒരു രാഷ്ട്രീയ ഇടപെടൽ മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ വലിയ വിമർശനമായി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്തായാലും വനിതാ സംവരണ ബില്ലിനെ നേരത്തെ കോൺഗ്രസ് പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഇത് നടപ്പാക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. പക്ഷേ 2023 നടപ്പാക്കിയില്ല. 2024 നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ ഇത് നടപ്പാകാത്ത സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് ഈ സംവരണ ബില്ലിനോടൊപ്പം തന്നെ ഈ മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും വിധേന മണ്ഡല പുനർനിർണയം നടക്കുകയാണെങ്കിൽ അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാകും. ലോക്സഭയിലും രാജ്യസഭയിലും ഈ നിയമനിർമ്മാണത്തിലടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു പങ്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസും നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഒറ്റക്കെട്ടായിക്കൊണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പവും കോൺഗ്രസും ഇതിനെ എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സ്ട്രാറ്റജി മീറ്റിംഗിൽ നടന്നിട്ടുള്ള യോഗങ്ങളിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്തായാലും അല്പസമയത്തിനകം നിലവിലെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം അവസാനിക്കുകയും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുകയും മാധ്യമങ്ങളെ അടക്കം അവർ കാണുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഐക്യകണ്ഠേന ഈ ബില്ലിനെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്.